ഹലോ ഗൈസ്, ഞങ്ങളെ ഇന്നൊരു അടിപൊളി സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഇൻട്രോ പറഞ്ഞോ. ഹലോ. അപ്പൊ നമുക്ക് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഒരു ഫാമിലി ടൂർ നിർബന്ധമാണ് അല്ലേ? അപ്പൊ നമ്മൾ പോന്നിട്ടുണ്ട് ഫാമിലി ടൂറിന്. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ല കേട്ടാ, എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയും ചക്കരയും 3 പിള്ളേരും ഉണ്ട്. അപ്പൊ എല്ലാവരും റൂമിലാണ്. നമ്മളപ്പോ ഈ കിളിക്കൂട് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ചാടി വീണു. ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ആളാ അവിടെ കയറ്റി ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിന്ന് എവിടെയാണ് ഉള്ളത്? നമ്മളിന്നുള്ളത് നമ്മുടെ മൂന്നാറ് എറ്റേണ കമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇവിടെ നിന്ന് കാണുമ്പോണ്ടല്ലോ എന്തോ മാജിക് ഒക്കെ പോലെ, അല്ലെങ്കിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നണം എനിക്ക്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിളിക്കൂടാണ്. കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് നോൺ എഡിറ്റഡ് ആണ്. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ മീൻസ് വുഡൻ ഹൗസ് ആണ് പരിപാടി. ഇവിടെ നിന്ന് 3ാമത്തെയും 4ാമത്തെയും റൂമാണ് നമ്മളുടെ. ഇവിടെയൊക്കെ ഇപ്പൊ ഗസ്റ്റുകൾ വരും. ഇനിയിപ്പോ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സീറ്റ് പിടിച്ചേക്കനെയാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി എന്ത് കാണിക്കണം, റൂം കാണിക്കാം. ഓക്കെ, ഇത് എന്ത് ചെടിയാണത്? ഇതൊരു പ്രത്യേകതരം ചെടിയാണ്. അതായത് ഈ ചെടിയുടെ ഇലകൾക്ക് നല്ല നീളം ഉണ്ടായിട്ട് പർപ്പിൾ പൂവാണ് ഉണ്ടാകുന്നത്. ഹലോ ഹലോ മിസ്റ്റർ, ഫോളോ മീ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് തുറക്കാം. റൂം തുറന്നാൽ ലൈറ്റ് ഒക്കെ ഇടൂ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അടിപൊളി വുഡൻ ഹൗസ് ആണ് കേട്ടോ. ഇവിടെ പല ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമുകളിലൊന്നാണ് ഈ വുഡൻ ഹൗസ്. നല്ല തണുപ്പാണ്, നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. ഇതേ ബാൽക്കണി കൂടി നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാമല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. ഈ ഒരു വിൻഡോ, ഒരു വലിയ വിൻഡോ കിടന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. എനിക്ക് ബാൽക്കണിനേക്കാൾ ഇഷ്ടപ്പെട്ടത് മറ്റേ വ്യൂ ആണ്. കിടന്നിട്ട് അതായത് നമ്മുടെ ഈ ബെഡിൽ കിടന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സാധനം കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. ബാൽക്കണി എങ്ങനെയുണ്ട്? ബാൽക്കണിയും സെറ്റാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നോക്കിയത് ഈ വലിയ മലയൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ ഇങ്ങനെ കോട വന്ന് നിറയുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. ഇനി ഞാൻ പാർവനെ വിളിക്കാം. അവരിത് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ അവർക്ക് എടുത്ത മുറി. പൗർണമി, ചക്കാൻ്റെ മോളും കൂടി കിളിക്കൂടിൽ മുട്ടയിട്ട് വിരിയിക്കാൻ പോവുകയാണ്. അതെ, വീണ്ടും കിളിക്കൂടാണ്. ഞങ്ങളുടെ കിളിക്കൂട് സീസൺ 2 കണ്ടിട്ട് നിങ്ങൾ ബാക്കി കണ്ടാൽ നീ കേറാദ്യം ചക്കരെ. അതല്ലേ വേഗം കേറണം. എന്നിട്ട് ഈ ഒട്ടകപ്പശു മുട്ടയിടാൻ വരുമ്പോ നമ്മള് വാരി പിടിക്കണം. ഞാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇതാണ് അതിന്റെ രീതി. എന്റെ കൈ പിടിച്ചു എന്നിട്ട് ആ കാലം ഓക്കെ. ഇരുന്നോ, അവിടെ ഇരുന്നു. അതെ, നമ്മുടെ കിളിക്കൂടിന്റെ ഉൾവശം ശരിക്കും പറഞ്ഞാൽ പക്ക കിളിക്കൂട് ഉണ്ടാക്കിക്കണ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പുറമേ മറ്റേ ഇത് മരമാണ്. ഇത് പൈപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ ഇരുമ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതിന്റെ അകമയും പുറമേയും കൂടെ ഇതിങ്ങനെ ലെയർ ചെയ്ത് കൊടുത്തേക്കാണെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കിളിക്കൂടി പണിയൊന്നുമില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ എടുത്തിട്ടും അതിന്റെ ഇത് തീരണില്ല. കാരണം ഇത് നോക്കി അടിപൊളി ഭംഗി അല്ലേ? ശരിക്കും പറഞ്ഞ ഒരു പടം വരച്ച് വെച്ചേക്കണ പോലെ തോന്നുന്നു നമുക്ക്. നമ്മളുടെ വണ്ടി ഇടുന്നത് ഏകദേശം ഈ ഭാഗത്തൊക്കെ വണ്ടി ഇടാം. കുറേ സ്ഥലങ്ങളുണ്ട് വണ്ടി ഇടാനായിട്ട്. താഴെയും ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇവരുടെ റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കിടിലൻ റൂം പോലെ ആക്കാം. കാരണം അത്ര അടിപൊളി റിസപ്ഷനാണ്. ഗ്ലാസ്സൊക്കെ വെച്ച് ചെയ്ത് വെച്ചേക്കുന്നു, നല്ല ഭംഗി. ഇവിടെ വേറെ ഒരു യൂട്യൂബ് ചാനൽ പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ തടയിടേണ്ടി വരും. ഇത് നമുക്കിത് ബദലാവുമെന്ന് തോന്നുന്നു. ഈ ചാനൽ ഏതാണ്? ഹലോ, ചാനൽ ഏത്? ഇതിന് വല്ല അപ്രൂവ്ഡ് ഉണ്ടോ? അപ്പൊ നമ്മളുടെ ഇനി എന്താണ് അടുത്ത പരിപാടി? സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ. പിന്നെ അല്ല, സ്വിമ്മിംഗ് പൂളിൽ പോണേക്കാളും തൊട്ട് മുന്നേ നമുക്ക് ആ ട്രീ ഹൗസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? പിന്നെ മഴയും പെയ്യാൻ പോകുന്നുണ്ട്. ഇടി ചക്കര ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ, അടിപൊളി. അന്ന് കണ്ടിട്ടും വരാം. ഓക്കെ. ഹലോ, ഒന്ന് തിരിഞ്ഞു നോക്കോ? ഹായ്. ഇത് മറ്റേ എന്തിനാണ്? ഏലം. യെസ്, ഏലത്തിന്റെ തോട്ടമാണ്. ഏലം അല്ലേ ഇത്? ഹലോ സാമിമാർ,
ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ഇവിടെ നിന്നേ മറ്റേ വാരണാസിക്കൊക്കെ പോവില്ലേ, കുംഭമേളക്കൊക്കെ ആ സെറ്റപ്പ്. ശരിക്കും നീ കുംഭമേളക്ക് കഴിഞ്ഞ് വന്നേണാ? പാറ് നോക്കി കയറ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട, ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ രക്ഷ ഉണ്ടാവൂല. ഞാനേ കുറച്ച് ഇങ്ങനെ നടക്കുന്നതേ, സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇത്ര നടക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ്ടാ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇവര്. അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് കയറി. അപ്പൊ ട്രീ ഹൗസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഗൈസ്. ഇതേ കേറുമ്പോ തന്നെ നല്ല ഭംഗിയില് സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രീ ഹൗസ് ആണ്, അപ്പൊ മരം ഉണ്ടാവും അതിന്റെ ഉള്ളിൽ അല്ലേ പാറു? അതെ അതെ. പിന്നെ ഒരു അടിപൊളി അരയന്നം താറാവ് സംതിങ് അങ്ങനത്തെ ഒരു ബേഡിന്. നോട്ട് താറാവ് അരയന്നം. അതെ, ഇന്ന് നമുക്ക് ഇവിടെ ഗസ്റ്റുകളുണ്ട്, ഹണിമൂൺ ഗസ്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെ സെറ്റ് വെച്ചിരിക്കുന്നതാണ് ഇവരിത്. പിന്നെ അതെ, ഇതിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ഈ ഒരു സംഭവമാണ്. അതായത് ജക്യുസി ഇങ്ങനത്തെ വ്യൂവിൽ കിട്ടും. നല്ല കാറ്റാണ് ഇവിടെ. ഇവിടെ വെച്ചാൽ ഈ ഒരു ഹൈറ്റിനേക്കാളും പൊക്കത്തിലാണ് മരങ്ങൾ. അപ്പൊ നല്ല കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ഇങ്ങനെ കുഷ്യനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറി ഇരുന്ന് ഇങ്ങനെ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. കൊള്ളാം, അടിപൊളിയല്ലേ? അപ്പൊ ഹണിമൂണിനായിട്ടാണ്. പിന്നെ ഇത് പക്ക പ്രൈവസി കണ്ടത്. ഇപ്പൊ നമ്മള് തുറന്നാണ് ഉള്ളിലോട്ട് കയറിയിട്ട് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഈ കർട്ടൻസ് ഫുള്ള് നമുക്ക്, കാരണം ഇങ്ങനെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് തന്നെ തോന്നുന്നില്ല അതേ കൂടെ കാണുമ്പോ ഇങ്ങനെ ഒരു ബെഡും ഇങ്ങനെ ഒരു വ്യൂവും കാണുമ്പോൾ ഇതിന്റെ എങ്ങനെയാണ് പ്രൈവസി ചെയ്യുന്നത്. അതെ, ഇത് ഫുൾ അടക്ക. ഇവിടെ 2 കർട്ടൻ വരുന്നുണ്ട്, ഫുൾ അടക്ക. ഇവിടെ ഒരു കർട്ടൻ വരുന്നുണ്ട്, ഫുൾ അടക്ക. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ട ഇതുപോലെ സെറ്റ് ചെയ്യാം. പക്ക പ്രൈവസിയാണ്. പിന്നെ ഇങ്ങനൊരു മരം വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ട്രീ ഹൗസ് ആയതുകൊണ്ടാണ് മരം വരുന്നത്. ഇത് വെട്ടി മാറ്റാൻ പറ്റില്ല, മരത്തിലാണ് നിൽക്കുന്നത്. ഇത് ഇവിടെയും കർട്ടൻസ് വരുന്നുണ്ട്. ഇതേ പാറൂട്ടാൻ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്, കണ്ട. ഇവിടെ ഞാനിപ്പോൾ അതേ തുറന്നതാണ്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട. പിന്നെ അതേ ഇവിടെ ഫ്രിഡ്ജ് വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ക ലക്ഷറിയാണ് സാധനം. ഡോർ അടച്ചോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അകത്ത്. അതെ, എനിക്കും അതെ. ബാൽക്കണി തുറന്നേ, കണ്ട. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും അല്ലേ. ഈ ബാൽക്കണിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടും. പക്ക പ്രൈവസിയാണ്. പക്ക പ്രൈവസി മീൻസ് പക്ക പ്രൈവസി. കാരണം ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല ആൾക്കാർക്ക്. അതെ അതെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ താഴെ എന്നുള്ള വിഷ്വലും കാണിച്ചേക്കാം, ഈ ട്രീ ഹൗസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം എന്നുള്ളത്. പക്ഷെ ട്രീ ഹൗസ് എനിക്ക് തോന്നുന്നു ഹണിമൂണിനൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. നമ്മളുടെ ഹണിമൂൺ നമുക്ക് ഇനി അടുത്ത് ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മുടെ ട്രീ ഹൗസിൻ്റെ ഉള്ളിലുള്ള ബാത്റൂം കിട്ടില്ല. ബാത്റൂം കേട്ടോ, ഈ ഒരു വൈബ് കിട്ടും. കണ്ടാ, ലൈറ്റിംഗ് ഒക്കെ നാച്ചുറൽ ലൈറ്റിംഗ് ഉണ്ട് ഇവിടെ. കൊള്ളാം, അടിപൊളി. താഴത്തോട്ട് പോയിട്ട് കാണാം. ഹേയ്, അപ്പോൾ നമ്മളങ്ങനെ പൂളിലെത്തിയേട്ടാ. ഇവിടെ ഒരു വെളിച്ചപ്പാടുണ്ട്. അതേ, ഈ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഇത്തിരി ഇരുട്ട് പോലെ നിൽക്കുന്നത്. സമയം 4:30 ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് കാണുമ്പോൾ ഒരു 6:30 സെറ്റപ്പൊക്കെ എടുത്ത് തോന്നണത്. ഇടിവെട്ടേക്കും. ഇടിവെട്ട് അങ്ങനെ കുഴപ്പമില്ല. അല്ല, പാറു പറഞ്ഞു കേട്ടാ, നീന്താൻ പറഞ്ഞിട്ട് ചാടിക്കുന്നത്. പാറുവൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂള് വന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയുണ്ട് പൂള്. അത് മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി വന്നത് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇത് ഇങ്ങനെ വന്നം. ഇതൊക്കെ ഇവരുടെ തന്നെ വഴികളാണ്. നല്ല രസമാണ് വഴികൾ. ഞാൻ വീഡിയോ എടുക്കാഞ്ഞതേ ഈ കുടയും കൊണ്ട് ഇറങ്ങിയാറോ എടുക്കാഞ്ഞത്. അപ്പോൾ അതേ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ചക്കരയൊക്കെ ധൈര്യം നോക്കിയേ. ഇത് നോക്കണ്ട, ഇത് ഇനി 1 മണിക്കൂർ സ്റ്റെപ്പുമ്പോൾ തന്നെ നിൽക്കും. മര്യാദക്ക് ഇപ്പം ഇറങ്ങി ആസ്വദിക്കണമെങ്കിൽ ആസ്വദിച്ചോട്ടോ. ഇല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് ജീവിതം തീർക്കാനാണെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് ജീവിതം തീർത്തോ. മര്യാദക്ക് ഇറങ്ങിക്കോ, അവസരങ്ങളുണ്ട്. ചക്കര കുറച്ച് വെള്ളം ഇപ്പോൾ മൂക്കി കയറിയിടുന്നുണ്ട്. മതി. ചുവട്ടിലേക്ക് കയറും.
അപ്പം ഞങ്ങളേ പൂളിലൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കുളിക്കട്ടെ, കുളിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ സമയം രാത്രി ആയിട്ടാ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കാണിച്ചില്ല റൗണ്ട് ഷേപ്പ് റിസപ്ഷൻ, അതാണത്. ഓക്കെ, അതങ്ങാണ്ടിക്കണ ദേ ഇതാണ് ഇവിടുത്തെ വ്യൂ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പ് മീൻസ് നല്ല അടിപൊളി തണുപ്പ്. തണുക്കുന്നുണ്ടോ പറൂനി? ദേ നമ്മളുടെ വുഡൻ ഹൗസൊക്കെ ഈ ഒരു ലുക്കിലോട്ട് മാറി. കൊടും ചൂടത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം മറ്റേ തണുത്ത് വരച്ചിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. ഏടാ ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. നമ്മളുടെ റൂമിൽ നിന്ന് അങ്ങോട്ടുള്ള മഞ്ഞിൻ്റെ സീൻ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണെന്ന്. ഇത് കണ്ട. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളേ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇതേ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതെങ്ങനെയുണ്ട് ഈ ഹട്ട്? ഭയങ്കര വെറൈറ്റി. ഇവിടെ നിന്നാണ് നമ്മുടെ പൂള് കണ്ട. അതായത് അവിടെ നിങ്ങൾക്ക് നീല കളർ കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെ പൂള്. അത്യാവശ്യം യെസ് യെസ് യെസ്. ഇതുപോലത്തെ ഹട്ട് ഇത് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. ടീ കോഫിയൊക്കെ കുടിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. ഇത് തോന്നുന്നത് നൈറ്റ് നമ്മളിവിടെ മിസ്സായിപ്പോയി. ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല കോടമഞ്ഞിൽ നിറഞ്ഞാണ്. അതെ അതെ, 9:15 ഇപ്പോഴത്തെ സമയം. എന്നിട്ട് പോലും ഒരു വെളുപ്പിനത്തെ അവസ്ഥയാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പിന്നെ ഇവിടെ കണ്ട ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഹട്ടിങ്ങനെ വന്നേക്കുന്നത്. ഇവിടെ തേയില പറിക്കുന്ന ഒരു ആളൊക്കെ ഉണ്ട്. ദിസ് ഇസ് ടൊമാറ്റോ അല്ലെങ്കിൽ അതാണ് തേയിലയുടെ കുരു. തേയിലക്കുരു എന്ന് പറയും അതിനാ. കണ്ടാ ഇതാണ് തേയിലക്കുരു. ഇത് തേയിലയാണോ കാപ്പിയാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. തേയിലല്ലേ അത്? അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് സംതിങ്. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റേ ഇടുക്കി, വയനാട് അങ്ങനെയുള്ള ജില്ലകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അറിയാൻ പറ്റൂല ഇതെന്താ സംഭവം. കോട്ടയത്തുള്ളവർക്ക് അറിയാൻ പറ്റും, പത്തനംതിട്ടയിലുള്ളവർക്ക് അറിയാൻ പറ്റും. എറണാകുളത്ത് ചില സ്ഥലങ്ങളിലൊക്കെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാൻ പറ്റും എന്താണെന്നാണ്. ദിസ് ഇസ് ദ മെയിൻ റീസൺ. ഇവിടെ റൂമുകൾ ഉണ്ട് കേട്ടോ. ഇവിടത്തേക്ക് റൂമുകൾക്ക് റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു റേറ്റൊക്കെ പ്രിഫറൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേ ഇങ്ങനെയും വന്ന് താമസിക്കുക. അതൊക്കെ അവിടത്തേക്ക് വ്യൂ നോക്കി അവിടെ നിന്ന് ടോട്ടൽ അങ്ങോട്ടുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങോട്ട് നടന്നിട്ട് അവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അത് ഇങ്ങോട്ടുള്ള വഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് കണ്ട ഇങ്ങനെയാണ് വഴിയൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ എന്തോ പുതിയ സാധനം പണിയുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഫുൾ ഗ്ലാസ്സിലായിട്ട് റൂം വരാൻ പോവാണ്. അതായത് ഫുൾ ഗ്ലാസ്, മറ്റേ കർട്ടൻ, മറ്റേ അലക്സയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യണ മോഡലിൽ ഫുൾ കർട്ടൻസ് വരും. അതിൻ്റെ ടോപ്പ് മുകളിൽ ഒരു വ്യൂവും വരും. അത് ഈ അടുത്ത് തന്നെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വേറെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ റൂമൊക്കെ അവിടെയാണ്. ഇതാണ് കൃഷിയിടം. ഇവിടെ ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, നമ്മുടെ കോൺ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ ഏലമുണ്ട്, തേയിലയുണ്ട്, അങ്ങനെ കുറേ സംഭവം. കണ്ട ചോളമുണ്ട്, പൊട്ടിക്കരുത്. എന്നാൽ ഒരു പക്കയായിട്ട് നല്ല കണ്ട ഒരു വെറൈറ്റിയിൽ ചെയ്ത് വെച്ചേക്കാണ്. ഇത് കണ്ടത് അവിടെ കണ്ട അതൊക്കെ കാണാൻ പറ്റും. ദിസ് ഈസ് കോളിഫ്ലവർ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ചോളം ഞാൻ അധികം കണ്ടിട്ടില്ല നമ്മുടെ അവിടെ ഒന്നും. പിന്നെ അത് അവിടെയൊക്കെ ഉണ്ട് തക്കാളി, കുറേ കൃഷികളുണ്ട്. പൗർണമിനെ കാണിച്ചു തരാം. പൗർണമി ആര്യൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ. ഫുഡ് കഴിച്ച് അങ്ങോട്ട് വിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്നും പറയുന്നുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നുണ്ടോ? ഹായ്, ഹലോ. നമ്മളതേ പാറുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതിനുശേഷം അതെ അതെ നമ്മള് ഇന്നലെ നല്ല തണുപ്പത്താണ് പൂളിൽ ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മള് വെയിലത്ത് പൂളിൽ ഇറങ്ങാൻ. അതെ അതെ, ഇന്നലെ പാറുവിനൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത്. നമ്മൾ കാരണം ഇന്ന് കാലാവസ്ഥ ഒന്ന് മാറിയിട്ട് വരാന്ന് വിചാരിച്ച്. അപ്പൊ ഇന്ന് മുതലിറങ്ങിയിട്ടുണ്ട് പൂളിൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും ഒന്നും കൂടി പൂളി. പൂൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായാ? ഭയങ്കര വെറൈറ്റി ആണ് പൂള്. ഇത് കണ്ട ഇത്രയും നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ്. വേറെ ആരും വരത്തില്ല. പ്രൈവറ്റ് പൂളാണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ മാത്രം. പിന്നെ അതായത് അവിടെയൊക്കെ പുതിയ സംഭവങ്ങൾ പണിയുന്നുണ്ട്. ഡ്രസ് ചേഞ്ചിങ്ങും റെസ്റ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള റൂം.
ഈ അടുത്ത് തന്നെ അത് റെഡിയാവും. അപ്പോൾ ദേ ഗൈസ്, വിക്രമാദിത്യനും വേതാളവും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. പാറു മുറുക്കെ പിടിച്ചോട്ടാ. ആ അതെ പിടിച്ചിട്ടില്ലട്ടാ. ദൈവമേ, ആ മാല അങ്ങോട്ട് ഇയാളെ വെള്ളത്തിൽ കിടക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോവാണ് അല്ലേ? അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ പേര് എറ്റേണോ കമേലിയ എലറ്റേറിയ എന്നാണ്. അതെ അതെ, അപ്പൊ അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാറുവിന് ഇഷ്ടപ്പെട്ടില്ലടാ പാറു? അപ്പൊ ഇവിടെ ആർക്കെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. പല പല ടൈപ്പ് റൂമുകളും ദേ ഈ ബാക്കിൽ കാണുന്ന പോലത്തെ നല്ല അടിപൊളി വ്യൂസും ഒക്കെ അവൈലബിൾ ആണ്. പോവാ. ഇവരെ അച്ഛനെ അമ്മനെ എനിക്ക് തോന്നുന്ന വീഡിയോയില് ഇപ്പോഴാണ് കാണുന്നത് കൊണ്ട് ജസ്റ്റ് കണ്ടിട്ടുള്ളൂ. അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബൈ.